ഹായ് ഓൾ, വെൽക്കം ടു ട്യൂട്ടേഴ്സ്. നമ്മൾ ഈ ഒരു വീഡിയോ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് +2 ഫിസിക്സിലെ 7th ചാപ്റ്റർ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിലെ ട്രാൻസ്ഫോമേഴ്സ് എന്ന ടോപ്പിക്കാണ്. നമ്മൾ സാധാരണ എക്സാമിന് കണ്ടുവരാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ട്രാൻസ്ഫോമറിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിലുള്ള ഒരു ടോപ്പിക്കാണ് ട്രാൻസ്ഫോമറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളിലേക്കോ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ബാച്ചുകളിലേക്കോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ടോപ്പിക്ക്? ട്രാൻസ്ഫോമറുകളാണ്. എന്താണ് ഈ ട്രാൻസ്ഫോമറുകൾ എന്ന് പറയുന്നത്? നിങ്ങളെല്ലാം കണ്ടിട്ടുള്ള കാര്യമാണല്ലേ. എന്താണ് ഈ ട്രാൻസ്ഫോമർ? ഇതെന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ, അതായത് എ സിയുടെ വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാനോ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് നമ്മുടെ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ട്രാൻസ്ഫോമർ? നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എ സി ഇല്ലേ, അതിൻ്റെ വോൾട്ടേജ് കൂട്ടാനോ കുറയ്ക്കാനോ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ട്രാൻസ്ഫോമറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എ സി കറണ്ടാണ് നമ്മളിവിടെ സപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ആൻഡ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇല്ലേ, അതിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ വഴിയാണ് ഇവിടെ നമ്മുടെ വോൾട്ടേജ്, കറണ്ട് ഇൻപുട്ടിൽ കൊടുക്കുന്ന കറണ്ടിൻ്റെ വോൾട്ടേജ് ഔട്ട്പുട്ടിൽ ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ വഴിയാണ്. അല്ലെങ്കിൽ എങ്ങനെ? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇത് നോക്കിക്കേ, ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ട്രാൻസ്ഫോമറിൽ എന്തൊക്കെ ഭാഗങ്ങളാണ് വരുന്നത്? പാർട്സ് ഓഫ് എ ട്രാൻസ്ഫോമർ. പാർട്സ് എന്ന് പറയുമ്പം ആദ്യം നമുക്കൊരു പ്രൈമറി വൈൻഡിങ് കാണും ആൻഡ് ഒരു സെക്കൻഡറി വൈൻഡിങ് കാണും. അതിനോടൊപ്പം എന്താണ്? ഒരു ലാമിനേറ്റഡ് കോറും കാണും. അപ്പോൾ ഒരു ട്രാൻസ്ഫോമറിൽ എന്തൊക്കെയാണുള്ളത്? ട്രാൻസ്ഫോമറിൻ്റെ ഭാഗങ്ങളെന്ന് പറയുന്നത് ഒരു പ്രൈമറി കോയിൽ കാണും, അല്ലെങ്കിൽ പ്രൈമറി വൈൻഡിങ് കാണും, അതേപോലെ സെക്കൻഡറി വൈൻഡിങ് കാണും, അതേപോലെ ഒരു കോർ, ഒരു ലാമിനേറ്റഡ് കോറാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ലാമിനേറ്റഡ് കോർ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സാധാരണ അയൺ കോർ ആണെങ്കിൽ നമ്മുടെ ഈ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ് കാരണം ഈ കോറിൽ ഒരു ചെറിയ സർക്കുലേറ്റിംഗ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതിനെയാണ് എഡ്ഡി കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ കറണ്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ നമുക്ക് ലോസ് ഉണ്ടാകും. അത് കാരണമാണ് ആ ലോസ് ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാമിനേറ്റഡ് കോറുകളെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയുണ്ട്? പ്രൈമറി വൈൻഡിങ്സ്, ലാമിനേറ്റഡ് കോർ ആൻഡ് സെക്കൻഡറി വൈൻഡിങ്സ്. ഇതാണ് പാർട്സ് ഓഫ് എ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ പ്രൈമറി കോയിലുകൾ ഉണ്ടല്ലോ, ഈ പ്രൈമറി വൈൻഡിങ്ങിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഒരു എ സി സപ്ലൈ ചെയ്യും. ഇൻപുട്ട് എ സി സപ്ലൈ എന്ന് പറയുന്നത് ഈ പ്രൈമറി വൈൻഡിങ്ങിലേക്കാണ്. ആൻഡ് ദെൻ അവിടെ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി EMF പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ എന്താണ്? ഈ സെക്കൻഡറി വൈൻഡിങ്ങിൽ നിന്ന് നമുക്കൊരു വോൾട്ടേജ് കൂടിയതോ അല്ലെങ്കിൽ വോൾട്ടേജ് കുറഞ്ഞതോ ആയിട്ടുള്ള ഒരു എ സി കറണ്ടിനെ സെക്കൻഡറി വോൾട്ടേജിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നു. ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമറിൽ സംഭവിക്കുന്നത്. അപ്പം ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ വോൾട്ടേജ് ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. എ സി മാത്രമേ ഇതിൽ വർക്ക് ചെയ്യത്തുള്ളൂ, DC നമുക്കിവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. ആൻഡ് അടുത്ത എന്താണ്? ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമറുകളാണ് അല്ലേ. ട്രാൻസ്ഫോമറുകൾ തന്നെ നമുക്ക് 2 ടൈപ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. എന്താണ്? ആ പേരിൽ തന്നെയുണ്ട്. സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കൊടുക്കുന്ന എ സി കറണ്ടിൻ്റെ കുറച്ചും കൂടെ വോൾട്ടേജ് കൂടിയ ഒരു എ സി കറണ്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്താ ചെയ്യുന്നത്? എ സി കറണ്ടിൻ്റെ വോൾട്ടേജിനെ കൂട്ടുന്നു. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? പേരിൽ തന്നെയുണ്ട്. എന്ത് ചെയ്യുന്നു? നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന എ സിയുടെ വോൾട്ടേജിനെ ഡിക്രീസ് ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വോൾട്ടേജ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകളും, അതേപോലെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുകളും ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പവർ സ്റ്റേഷനുകളിൽ ഈ ട്രാൻസ്മിഷൻ്റെ സമയത്ത് ലോസ് കുറയ്ക്കാൻ വേണ്ടി പവർ സ്റ്റേഷനുകളിലൊക്കെ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ
ഡൊമസ്റ്റിക് യൂസേജിന് വീടിൻ്റെ അടുത്തൊക്കെ നമ്മൾ എന്താണ് വീട്ടിലേക്ക് കറണ്ട് വരുന്നതിന് മുമ്പ് നമ്മുടെ ഡൊമസ്റ്റിക് യൂസേജിന് വേണ്ടി നമ്മുടെ വീടുകളുടെ അടുത്ത് ഉള്ളതാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകൾ. അതേപോലെ നമ്മുടെ ചില ഡിവൈസുകൾ ചാർജർ അഡാപ്റ്ററിലും ഒക്കെ എന്തുണ്ട്, ചെറിയ ട്രാൻസ്ഫോമറുകളുണ്ട്. വോൾട്ടേജിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയ കുഞ്ഞ് ട്രാൻസ്ഫോമറുകളൊക്കെ ചാർജറുകളിലും അഡാപ്റ്ററുകളിലും ഒക്കെ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാലോ. ഇവിടെ നോക്കിക്കേ, സ്റ്റെപ്പ് അപ്പ് നമ്മൾ എന്താ പറഞ്ഞത്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ വോൾട്ടേജ്. എങ്കിൽ ഇവിടെ നോക്കിക്കേ, ഈ സ്റ്റെപ്പ് അപ്പിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ട്രാൻസ്ഫോമറിലും പ്രൈമറി വൈൻഡിങ്സ് ഉണ്ട്, സെക്കൻഡറി വൈൻഡിങ്സ് ഉണ്ട്, ആൻഡ് ഓൾസോ എന്തുണ്ട്, ഒരു കോറും ഉണ്ട്, ഒരു ലാമിനേറ്റഡ് കോറും ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഈ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ പ്രത്യേകത എന്താ, ഇവരുടെ പ്രൈമറി കോയിൽ നോക്കിക്കേ, അവിടെ നമ്പേഴ്സ് ഓഫ് ദി ടേൺസ് എന്താണ്, കുറവാണ്. അതായത് ടേൺസ് അവിടെ കുറവാണ്, വൈൻഡിങ്സ് കുറവാണ്. പക്ഷേ ഈ സ്റ്റെപ്പ് അപ്പിൽ തന്നെ സെക്കൻഡറിയിൽ എന്താണ്, ടേൺസ് കൂടുതലാണ്. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിലെ പ്രൈമറി ടേൺസ് സെക്കൻഡറിയിലുള്ള ടേൺസിനെക്കാട്ടിലും എന്താണ്, കുറവാണ്, എണ്ണം കുറവാണ് പ്രൈമറിയിലെ ടേൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ പ്രൈമറിയിൽ കോയിലുകളുടെ എണ്ണം കുറവാണെങ്കിലും ടേൺസ് കുറവാണെങ്കിലും ആ കോയിലുകളുടെ തിക്നെസ് എന്താണ്, കൂടുതലാണ്. എന്താ നോക്കിക്കേ, ഈ ഫിഗറിലുണ്ടല്ലോ നമ്മുടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിലെ ഈ തിക്നെസ് കണ്ടോ, ഇതിൻ്റെ തിക്നെസ് എന്താണ്, കൂടുതലാണ്. പക്ഷേ ടേൺസ് കുറവാണ് പ്രൈമറിയിൽ. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഈ സെക്കൻഡറി കോയിൽ നോക്കിക്കേ, ഇവിടെ ടേൺസിൻ്റെ എണ്ണം കൂടുതലാണ്. പക്ഷേ ഓരോ ടേൺസ് നോക്കിക്കേ, അതിൻ്റെ തിക്നെസ് പ്രൈമറിയിലെ തിക്നെസ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ്, തിക്നെസ് കുറവാണ്. ഓക്കെ ആണോ? അതേപോലെ നമ്മൾ സ്റ്റെപ്പ് അപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, സ്റ്റെപ്പ് അപ്പിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മളൊരു AC സോഴ്സ് കൊടുക്കുന്നു. അവിടെ എന്തുണ്ടാവുന്നു, AC സോഴ്സ് കൊടുത്തത് കാരണം അവിടെ മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരുന്നു, ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകുന്നു. അത് കാരണം നമ്മുടെ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി എന്താണ്, സെക്കൻഡറി കോയിലിൽ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അങ്ങനെയാണ് വോൾട്ടേജ് ഇവിടെ കൂടുന്നത്. അതേപോലെ തന്നെയാണ് സ്റ്റെപ്പ് ഡൗണിൽ വോൾട്ടേജ് കുറയുന്നതും എങ്ങനെയാണ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, AC കൊടുക്കുന്നു, ഫ്ലക്സിൽ ചേഞ്ച് വരുന്നു. അത് കാരണം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി നമ്മുടെ സെക്കൻഡറി കോയിലിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് നമുക്ക് വോൾട്ടേജ് കൂടിയ ഒരു കറണ്ടിനെ കിട്ടുന്നു. ഓക്കെ ആണോ? ഇതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലും എന്താണ്, ഇങ്ങനെ തന്നെയാണ് EMF പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. പക്ഷേ അവിടുത്തെ വ്യത്യാസം എന്താ, സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയുന്നത് വോൾട്ടേജിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറാണ്. അവിടുത്തെ ഒന്ന് നോക്കിക്കേ, ഇവിടെ ഈ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ നമ്മുടെ പ്രൈമറി കോയിലിൽ അല്ലെങ്കിൽ പ്രൈമറി വൈൻഡിങ്സ് എന്ന് പറയുന്നത് ടേൺസ് കൂടുതലാണ്. പക്ഷേ സ്റ്റെപ്പ് അപ്പിൽ എന്തായിരുന്നു, ടേൺസ് കുറവായിരുന്നു. സ്റ്റെപ്പ് ഡൗണിൽ പ്രൈമറിയിൽ ടേൺസ് കൂടുതലാണ്, സെക്കൻഡറിയിൽ എന്താണ്, ടേൺസ് കുറവാണ്. ആൻഡ് ടേൺസ് കൂടിയ സ്ഥലം, അതായത് നമ്മുടെ ഈ പ്രൈമറിയിൽ സ്റ്റെപ്പ് ഡൗണിൻ്റെ പ്രൈമറിയിലെ കോയിലുകൾ നോക്കുകയാണെങ്കിൽ എന്താ, അവരുടെ തിക്നെസ് എന്താണ്, കുറവാണ്. പക്ഷേ സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവാണെങ്കിലും ഓരോ ടേൺസിൻ്റെയും തിക്നെസ് എന്താണ്, കൂടുതലാണ്. ഓക്കെ ആണോ? അപ്പോൾ അതാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ എന്താ, ഇൻപുട്ടിലേക്കൊരു AC സപ്ലൈ കൊടുക്കുന്നു. അത് കാരണം മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരുന്നു. അത് കാരണം മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി EMF സെക്കൻഡറി കോയിൽ പ്രൊഡ്യൂസ്ഡ് ആവുന്നു. അതുവഴി നമുക്ക് എന്താണ്, നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കുറഞ്ഞൊരു വോൾട്ടേജ് ആയിരിക്കും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന കറണ്ടിന് എന്തായിരിക്കും, വോൾട്ടേജ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടുന്നത് ട്രാൻസ്ഫോമർ ഫോർമുലാസ് ആണ്. അതായത് നമ്മുടെ ടേൺ റേഷ്യോ, കറണ്ട് റേഷ്യോ ഒക്കെ ഇല്ലേ, അതാണ് നമുക്ക് വേണ്ടത്. ടേൺസ് റേഷ്യോയും കറണ്ട് റേഷ്യോയും ഒക്കെയാണ് നമ്മളിവിടെ ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്കൊരു കാര്യം അറിയാം, നിങ്ങൾ ഇതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ചാപ്റ്ററിൽ 6th ചാപ്റ്ററിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ പഠിച്ചിട്ടുള്ളൊരു ഇക്വേഷനാണ്. എന്താണ്, EMFൻ്റെ ഇക്വേഷൻ. EMF പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു -d∅/dt. ഫാരഡേസ് ലോ ഇല്ലേ, അതാണ്. ഫ്ലക്സിൽ ചേഞ്ച് വരുമ്പോഴാണ് എന്ത്, അവിടെ EMF പ്രൊഡ്യൂസ്ഡ് ആവുന്നത്. ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് EMFനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈസ് ഈക്വൽ ടു -d∅/dt. ഇനി n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ EMF എത്രയായിരിക്കും, -n
d∅/dt എന്ന് നമുക്ക് എഴുതാം. n നമ്പർ ഓഫ് ടേണുകളാണ് ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? -n d∅/dt. അപ്പോൾ ഇവിടെ ഇ എം എഫിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഇ എം എഫിന് പകരം നമുക്ക് ഇനി വോൾട്ടേജ് എന്ന് കൊടുക്കാമല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? v is equal to -n d∅/dt എന്ന് എഴുതാം. ഇനിയും നമുക്കറിയാം നമ്മുടെ ട്രാൻസ്ഫോമറുകളിൽ പ്രൈമറി കോയിലുകളും സെക്കൻഡറി കോയിലുകളും ഉണ്ട്. എങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പ്രൈമറി കോയിലുള്ള വോൾട്ടേജും സെക്കൻഡറി കോയിലുള്ള വോൾട്ടേജും എഴുതിയാലോ? ഓക്കെ, ആദ്യം നമുക്ക് പ്രൈമറി കോയിലുള്ളത് എഴുതാം. നോക്കിക്കേ, പ്രൈമറി കോയിലുള്ള വോൾട്ടേജ് വി പി എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? മൈനസ് പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസിനെ എൻ ബി എന്ന് എഴുതാം, d∅/dt. ഇതാണ് നമ്മുടെ പ്രൈമറിയിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത്. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. അടുത്തത് നമുക്ക് സെക്കൻഡറിയിൽ നോക്കാം. സെക്കൻഡറിയിൽ ഉണ്ടാവുന്ന വോൾട്ടേജ് എന്താ? വി എസ് എന്ന് എഴുതാം. വി എസ് ഈസ് ഈക്വൽ ടു സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസിനെ എൻ എസ് എന്ന് എഴുതാം, എൻ എസ് d∅/dt. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇനിയും നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ഡിവൈഡഡ് ബൈ 2 ചെയ്താലോ? എന്താണ്? 1/2 ആണ് നമ്മൾ ചെയ്യുന്നത്. നോക്കിക്കേ, ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ എന്താ? വി പി ഈക്വൽ എൻ ബി d∅/dt വിച്ച് ഈസ് ഡിവൈഡഡ് ബൈ എന്താണ്? 2 എന്തായിരുന്നു? വി എസ് ഈക്വൽ എൻ പി d∅/dt എന്ന് വരുന്നു. സോറി, ഇവിടെ വി പി അല്ല, ഇവിടെ നമ്മുടെ എൻ എസ് ആണേ. ഇവിടെ വി എസ് ഈസ് ഈക്വൽ ടു എൻ എസ് d∅/dt എന്ന് വരുന്നു. ഇനി നോക്കിക്കേ, രണ്ടിടത്തും d∅/dt കോമൺ ആണ്, അത് ക്യാൻസൽ ആയി പോകും. ബാക്കി ഫൈനലി നമുക്ക് എന്ത് കിട്ടും? വി പി ഈക്വൽ ടു വി പി ബൈ വി എസ് ഈക്വൽ ടു എൻ ബി ബൈ എൻ എസ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മുടെ ടേൺസ് റേഷ്യോ എന്താണ്? വി പി ബൈ വി എസ് ഈക്വൽ വി പി ബൈ വി എസ് ഈക്വൽ എൻ പി ബൈ എൻ എസ് എന്നാണ്. വി പി എന്ന് പറഞ്ഞാൽ എന്താ? വോൾട്ടേജ് ഇൻ ദ പ്രൈമറി കോയിൽ. വി എസ് എന്താണ്? വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി കോയിൽ. എൻ ബി എന്താ? നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. എൻ എസ് എന്താണ്? നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി. അപ്പോൾ ഇവിടുന്ന് എന്ത് മനസ്സിലായി? നമ്പർ ഓഫ് ടേൺസിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ് വോൾട്ടേജ്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണെങ്കിൽ പ്രൊഡ്യൂസ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. നമ്പർ ഓഫ് ടേൺസ് കുറവാണെങ്കിലോ വോൾട്ടേജ് എന്തായിരിക്കും? കുറവായിരിക്കും. ഇപ്പോൾ ടേൺസ് റേഷ്യോ എന്താണ്? വി പി ബൈ വി എസ് ഈക്വൽ എൻ ബി ബൈ എൻ എസ്. നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പം വോൾട്ടേജ് കൂടുന്നു, നമ്പർ ഓഫ് ടേൺസ് കുറയുമ്പം വോൾട്ടേജ് കുറയുന്നു. അങ്ങനെയല്ലേ ഈ ഒരു നമ്മുടെ ട്രാൻസ്ഫോമർ ഒന്ന് നോക്കിക്കേ. ഇവിടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വോൾട്ടേജ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഇപ്പോൾ സെക്കൻഡറിയിൽ നിന്ന് എന്ത് കിട്ടണം? കൂടിയ വോൾട്ടേജ് ഉള്ള കറണ്ട് കിട്ടണം. സെക്കൻഡറിയിൽ എന്ത് കൂടുതലാണ്? നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഔട്ട്പുട്ട് കിട്ടുന്ന കറണ്ടിൻ്റെ വോൾട്ടേജ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതേപോലെ ഇവിടെ നോക്കിക്കേ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മുടെ കറണ്ടിൻ്റെ വോൾട്ടേജിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഔട്ട്പുട്ടിൽ കിട്ടുന്ന കറണ്ടിൻ്റെ വോൾട്ടേജ്, എ സി കറണ്ടിൻ്റെ വോൾട്ടേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി കോയിൽ എന്താണ്? നമ്പർ ഓഫ് ടേൺസ് കുറവാണ്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് കിട്ടുന്ന വോൾട്ടേജ് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ എന്താണ്? വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസും തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു? എൻ എസ് ബൈ എൻ ബി ഈക്വൽ വി എസ് ബൈ വി പി. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചും പറയാം. എങ്ങനെ പറയാം? വി പി ബൈ വി എസ് ഈക്വൽ എൻ ബി ബൈ എൻ എസ് ഒന്നും പറയാം. ഇനിയും ഇതേപോലെ തന്നെ നമുക്ക് മറ്റൊരു റേഷ്യോയും കൂടെ പറയാമല്ലോ, കറണ്ട് റേഷ്യോയും കൂടെ പറയാം. നമുക്കറിയാം ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ ആണെങ്കിൽ എന്താണ്? ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിന് എഫിഷ്യൻസി എന്തായിരിക്കും? 100% എഫിഷ്യൻസി ആയിരിക്കും. എന്തിന്? ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിന്. അപ്പോൾ 100% എഫിഷ്യൻസി വരണമെങ്കിൽ ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അവിടെ ലോസ് ഒന്നും വരാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ എന്താ വരുന്നത്? പവർ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് അല്ലേ. പവർ ഈസ് ഈക്വൽ ടു വി ഐ ആണ്. പി ഈസ് ഈക്വൽ ടു വി ഐ എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻപുട്ട് പവറിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻപുട്ട് പവർ ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്ക് പ്രൈമറിയിലുള്ള പവർ ഈസ് ഈക്വൽ ടു
വി പി ഐ പി എന്ന് എഴുതാം. പ്രൈമറി ആണല്ലോ ഇൻപുട്ട്. ഇനി അടുത്തത് സെക്കൻഡറിയിലുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സെക്കൻഡറിയിലുള്ളത് പി എസ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ പി ഒ ആണ് ഔട്ട്പുട്ടിൽ കിട്ടുന്ന പവർ എന്ന് പറയുന്നത് പി ഒ. ഔട്ട്പുട്ടിൽ എന്താ സെക്കൻഡറിയിലെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പി എസ് ഇസ് ഈക്വൽ ടു വി എസ് ഐ എസ് എന്ന് എഴുതാം. നമ്മൾ എന്താ പറഞ്ഞത്? ഫോർ ആൻ ഐഡിയൽ ട്രാൻസ്ഫോമർ ദ പവർ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതായത് അവിടെ ലോസ് ഒന്നും വരാനായിട്ട് പാടില്ല. ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും എന്തായിരിക്കണം? തുല്യമായിരിക്കണം. എങ്കിലൊന്ന് ഇക്വേറ്റ് ചെയ്തേ. പി എസും പി പിയും അതായത് പ്രൈമറിയിലെ പവറും സെക്കൻഡറിയിലെ പവറും തുല്യമായിരിക്കണം. എങ്കിൽ ഒന്ന് ഇക്വേറ്റ് ചെയ്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ ടേംസിനെ ഇക്വേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്ത് വരും നമുക്ക് ആൻസർ? വി പി ഐ പി ഈക്വൽ വി എസ് ഐ എസ് എന്ന് വരും. ഇനി ഇത് റേഷ്യോ രീതിയിലൊന്ന് എഴുതിക്കേ. വി പി ബൈ വി എസ് ഈക്വൽ ഐ എസ് ബൈ ഐ പി എന്നാണ് വരുന്നത്. അതായത് ഇനിയും ഇതിനെ നിങ്ങൾ നേരത്തെ ഓർക്കുന്നുണ്ടോ? നമ്മളുടെ ടേൺസ് റേഷ്യോ എഴുതിയത് ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു ടേൺസ് റേഷ്യോ? വി പി ബൈ വി എസ് എന്ന് പറയുന്നത് എൻ പി ബൈ എൻ എസ്. ഇത് നമ്മൾ നേരത്തെ എഴുതിയ ടേൺസ് റേഷ്യോ ആണ്. ഇനി ഇതൊന്ന് നോക്കിക്കേ. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണെങ്കിൽ വോൾട്ടേജ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. നമ്പർ ഓഫ് ടേൺസ് കുറവാണെങ്കിൽ വോൾട്ടേജ് എന്തായിരിക്കും? കുറവായിരിക്കും. ഇവിടെ നോക്കിക്കേ. വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് എന്ത് ചെയ്യുന്നു? കുറയുന്നു. കാരണം പവർ എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ നിൽക്കണം. ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. അപ്പോൾ വോൾട്ടേജ് കൂടിയാൽ കറണ്ട് കുറയണം, വോൾട്ടേജ് കുറഞ്ഞാൽ കറണ്ട് കൂടണം. അതാണ് ഇവിടെ ഇൻവേഴ്സ് റിലേഷൻ നമ്മൾ കാണുന്നത്. ഇനിയും ഇവരെ രണ്ടുപേരെയും കൂടെ നമുക്ക് ക്ലബ് ചെയ്തിട്ടൊന്ന് എഴുതിയാലോ? ക്ലബ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ വരും? നമുക്ക് ആദ്യം ടേൺസ് റേഷ്യോ എഴുതുമ്പോൾ വി പി ബൈ വി എസ് ഈക്വൽ എൻ പി ബൈ എൻ എസ് ഈക്വൽ. ഇനി കറണ്ടിൻ്റെ റേഷ്യോ എഴുതുമ്പോൾ എങ്ങനെ വരും? കറണ്ട് ഇൻവേഴ്സ് ആയിട്ട് എഴുതണം. ഐ എസ് ബൈ ഐ പി എന്ന് വേണം എഴുതാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമർ ഫോർമുലകൾ എന്ന് പറയുന്നത്. ടേൺസ് റേഷ്യോ എഴുതി, കറണ്ട് റേഷ്യോ എഴുതി, വോൾട്ടേജ് റേഷ്യോ ഒക്കെയാണ് നമ്മളിവിടെ എഴുതിയത്. അപ്പോൾ നമ്മുടെ പ്രോബ്ലം പാർട്ടുകളിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് വേണം നിങ്ങളത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമർ ഫോർമുലാസ്. ടേൺസ് റേഷ്യോ എഴുതി, കറണ്ട് റേഷ്യോ എഴുതി, ആൻഡ് എന്താണ് നമ്മുടെ വോൾട്ടേജ് റേഷ്യോയും നമ്മൾ എഴുതി. അപ്പോൾ ടേൺസ് കൂടുമ്പോൾ വോൾട്ടേജ് കൂടുന്നു, അതേപോലെ തന്നെ വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് എന്താണ് അവിടെ? കുറയാണ് ചെയ്യുന്നത്. ഓക്കെ ആണോ? എങ്കിൽ ഇനിയും നമ്മൾ പറഞ്ഞു ഐഡിയൽ ട്രാൻസ്ഫോമറിലാണ് എന്ത്? അവിടെ ലോസുകളൊന്നും കാണത്തില്ല. ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും ഒക്കെ തുല്യമായിരിക്കും. പക്ഷേ നമ്മുടെ ട്രാൻസ്ഫോമറുകൾ ഐഡിയൽ ആണോ? അവർക്ക് എഫിഷ്യൻസി കൂടുതലാണ്, പക്ഷെ ഒരു 100% എഫിഷ്യൻസി ട്രാൻസ്ഫോമറുകൾക്ക് ഇല്ല. അതായത് അവിടെ കുറച്ച് ലോസുകൾ സംഭവിക്കുന്നുണ്ട്. ആ ലോസുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമ്മൾ നോക്കുന്ന ലോസ് എന്ന് പറയുന്നത് ഫ്ലക്സ് ലീക്കേജ് ആണ്. എന്താണ് നമ്മൾ ആദ്യം നോക്കുന്ന ലോസ്? ഫ്ലക്സ് ലീക്കേജ്. അപ്പോൾ ആ പേരിൽ തന്നെയുണ്ട്. എന്താണ് നമ്മൾ പറഞ്ഞു? ഒരു ഫ്ലക്സ് ചേഞ്ച്. നമ്മൾ കറണ്ട് AC കറണ്ട് കൊടുക്കുമ്പോൾ അവിടെ എന്തുണ്ടാകും? പ്രൈമറിയിൽ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാകും. പക്ഷേ ഈ ഫ്ലക്സ് മുഴുവൻ സെക്കൻഡറി കോയിലിലേക്ക് എത്തുന്നില്ലെങ്കിൽ, അതായത് എത്തുന്നില്ലെങ്കിൽ എന്താ? അവിടെ ഒരു ലോസ് സംഭവിക്കത്തില്ലേ? ആ ലോസിൻ്റെ പേരാണ് ഫ്ലക്സ് ലീക്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? പ്രൈമറിയിൽ ഉണ്ടാവുന്ന എല്ലാ ഫ്ലക്സുകളും സെക്കൻഡറിയിലേക്ക് എത്തുന്നില്ല. അത് കാരണം ഉണ്ടാവുന്ന ലോസാണ് ഫ്ലക്സ് ലീക്കേജ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? പ്രൈമറിയും സെക്കൻഡറിയും ഒരുമിച്ച് വൈൻഡ് ചെയ്താൽ മതി. 1/the വൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ലോസിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇനിയും മറ്റൊരു ലോസ് ആണ് റെസിസ്റ്റൻസ് ഓഫ് ദി വൈൻഡിങ്സ്. നമ്മുടെ വൈൻഡിങ്സ് അല്ലേ? പ്രൈമറിയിലും കുറച്ച് വൈൻഡിങ്സ് ഉണ്ട്, സെക്കൻഡറിയിലും നമുക്ക് എന്തുണ്ട്? കുറച്ച് വൈൻഡിങ്സ് ഉണ്ട്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. എന്താ? ഈ വൈൻഡിങ്സ് വരുമ്പം ഈ വയറുകൾക്ക് എന്താണ്? അതിലൊരു റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ കറണ്ട് ഒഴുകുമ്പോൾ എന്തുണ്ടാവും? ഈ റെസിസ്റ്റൻസ് കാരണം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ എന്താ? അവിടെ എനർജി ലോസ് ആകും. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ലോസാണ് ഈ വൈൻഡിങ്സിൻ്റെ റെസിസ്റ്റൻസ് കാരണം ഉണ്ടാവുന്ന ലോസ് എന്ന് പറയുന്നത്. അത് മറ്റൊരു എന്താണ്? ലോസ് ഇൻ ട്രാൻസ്ഫോമർ ആണ്. എന്ത്? നമ്മുടെ വൈൻഡിങ്സിലെ റെസിസ്റ്റൻസ് കാരണം ഉണ്ടാവുന്ന ലോസ് എന്ന് പറയുന്നത്. കറണ്ട് ഒഴുകുമ്പോൾ എന്താണ്? അതിൽ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ആവുന്നു.
ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ആവുന്നു. അത് കാരണം എന്താണ്, എനർജി അവിടെ നഷ്ടമാകുന്നു. ഇനിയും ഇത് നമുക്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, തിക്ക് വയറുകൾ ഉപയോഗിക്കാം. അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ത് ചെയ്യാം, കൂട്ടാനായിട്ട് പറ്റും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റെസിസ്റ്റൻസ്, വൈൻഡിങ്സിൻ്റെ റെസിസ്റ്റൻസിനെ കുറയ്ക്കാനായിട്ട് പറ്റും. അതാണ് ആ ഒരു ലോസ് മിനിമൈസ് ചെയ്യാനുള്ളൊരു മാർഗം. അടുത്തതാണ് നമ്മുടെ എഡ്ഡി കറൻസ്. നമ്മൾ ഈ സെഷൻ തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം നമ്മൾ ഈ എഡ്ഡി കറണ്ടിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞായിരുന്നു അല്ലേ. നമ്മൾ എന്താ പറഞ്ഞേ, നമ്മുടെ ട്രാൻസ്ഫോമറിലെ പാർട്സുകൾ പറഞ്ഞപ്പോൾ അവിടെ ലാമിനേറ്റഡ് കോറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. എന്തിനാണ് ഈ ലാമിനേറ്റഡ് കോർ ഉപയോഗിക്കുന്നത്? നമ്മുടെ സാധാരണ അയൺ കോർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇൻപുട്ടിലേക്ക് AC കൊടുക്കുന്നു, അത് കാരണം മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നു. ആ സമയത്ത് നമ്മുടെ കോറിൽ ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ കറണ്ടിൻ്റെ പേരാണ് എഡ്ഡി കറണ്ട്. ആ കറണ്ട് എന്ത് ചെയ്യും, ഹീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യും. അത് കാരണം എനർജി നഷ്ടമാകും. ഓക്കെ, അപ്പോൾ ആ ഒരു കറണ്ടിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ എഡ്ഡി കറണ്ടിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോറിനെ ലാമിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ലാമിനേറ്റഡ് കോറുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ലോസ് ആണ് നമ്മുടെ മൂന്നാമത്തെ ലോസ്, എഡ്ഡി കറണ്ട് കാരണം ഉണ്ടാവുന്ന ലോസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ലാമിനേറ്റഡ് കോറുകൾ ഉപയോഗിക്കുന്നു. ഇനിയും അടുത്ത ലോസ് ആണ് ഹിസ്റ്ററിസിസ് ലോസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ AC കറണ്ട് നമ്മൾ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്ന സമയത്ത് അവിടെ എന്താണ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ നമ്മുടെ കോറിന് മാഗ്നറ്റൈസേഷനും ഡീമാഗ്നറ്റൈസേഷനും ഒക്കെ റിപ്പീറ്റഡ്ലി നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അത് കാരണം ഉണ്ടാവുന്ന ലോസ് ആണ് ഏത്, ഹിസ്റ്ററിസിസ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കാരണം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അങ്ങനെ നമ്മുടെ എനർജി നഷ്ടമാകുന്നു. അപ്പോൾ എന്താ, റിപ്പീറ്റഡ് ഡീമാഗ്നറ്റൈസേഷനും മാഗ്നറ്റൈസേഷൻ ഓഫ് ദി കോർ കാരണമാണ് ഈ ഹിസ്റ്ററിസിസ് ലോസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഹിസ്റ്ററിസിസ് ലോസ് തടയാൻ വേണ്ടി അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാൻ വേണ്ടി എന്താണ്, ഹിസ്റ്ററിസിസ് ലോസ് കുറഞ്ഞ മെറ്റീരിയലിനെ നമ്മൾ കോറ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കണം. എന്താണ് ഹിസ്റ്ററിസിസ് ലോസ്, കുറവുള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് കോറ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഹിസ്റ്ററിസിസ് ലോസിനെ മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ലോസസ് ഇൻ ദി ട്രാൻസ്ഫോമർ. ഏതൊക്കെയായിരുന്നു, ഫ്ലക്സ് ലീക്കേജ്, ഫുള്ള് പ്രൈമറിയിലുള്ള എല്ലാ ഫ്ലക്സും സെക്കൻഡറിയിലേക്ക് എത്തുന്നില്ല, അത് കാരണമുള്ള ലോസ്. പിന്നെന്തായിരുന്നു, വൈൻഡിങ്സിൽ എന്തായാലും ഒരു റെസിസ്റ്റൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. ആ റെസിസ്റ്റൻസ് കാരണം ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ആവുന്നു, അത് കാരണം എനർജി നഷ്ടപ്പെടുന്നു. അതാണ് റെസിസ്റ്റൻസ് ഓഫ് വൈൻഡിങ്സ് കാരണമുള്ള. അത് കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, നമ്മുടെ വൈൻഡിങ്സിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ തിക്നെസ് കൂട്ടിയാൽ മതി. അടുത്തതാണ് എഡ്ഡി കറണ്ട്. അത് കോറിലുണ്ടാവുന്ന, നമ്മുടെ ഈ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ നടുക്കൊരു കോറുണ്ടല്ലോ, ആ കോറിലുണ്ടാവുന്ന കറണ്ടാണ് എഡ്ഡി കറണ്ട്. ഹീറ്റ്, ഈ എഡ്ഡി കറണ്ട് ഉണ്ടായാൽ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ആവും, അത് കാരണം എനർജി നഷ്ടമാകും. അപ്പോൾ അത് മിനിമൈസ് ചെയ്യാൻ വേണ്ടി ലാമിനേറ്റഡ് കോർ ഉപയോഗിക്കാം. ആൻഡ് ദെൻ ഹിസ്റ്ററിസിസ്, AC കറണ്ട് കൊടുക്കുന്നത് കാരണം കോറ് റിപ്പീറ്റഡ്ലി മാഗ്നറ്റൈസ്ഡ് ആകും, അത് കാരണം ഉണ്ടാവുന്ന അവിടെ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ആവും, അത് കാരണം എനർജി നഷ്ടമാകും. ആ ലോസ് ആണ് ഹിസ്റ്ററിസിസ് ലോസ്. അത് തടയാൻ വേണ്ടി അല്ലെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഹിസ്റ്ററിസിസ് ലോസ് കുറഞ്ഞ മെറ്റീരിയലുകളെ ഉപയോഗിച്ചിട്ട് കോറ് ഉണ്ടാക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെ ഡിസ്കസ് ചെയ്തു, ട്രാൻസ്ഫോമറുകൾ എന്തൊക്കെയാണ്, ട്രാൻസ്ഫോമർ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്, AC കറണ്ടിൻ്റെ വോൾട്ടേജിനെ കൂട്ടാനോ കുറയ്ക്കാനോ ആണ്. നമ്മളിവിടെ DC ട്രാൻസ്ഫോമറുകളിൽ വർക്ക് ചെയ്തില്ല കേട്ടോ. DC കറണ്ട് നമ്മൾ ട്രാൻസ്ഫോമറിൽ ഉപയോഗിക്കത്തില്ല, AC കറണ്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ട്രാൻസ്ഫോമറിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. അതായത് നമ്മൾ പ്രൈമറിയിൽ ഒരു AC സപ്ലൈ കൊടുക്കുന്നു, അത് കാരണം ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകുന്നു, അത് കാരണം മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി സെക്കൻഡറി കോയിലിൽ EMF പ്രൊഡ്യൂസ്ഡ് ആവുന്നു. ഇതാണ് ഇവിടുത്തെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഒരു ട്രാൻസ്ഫോമറിൻ്റെ പാർട്സ് ഏതൊക്കെയായിരുന്നു, പ്രൈമറി വൈൻഡിങ്സ്, കോറും സെക്കൻഡറി വൈൻഡിങ്സും ആണ്. ഓക്കെ, അപ്പോൾ പ്രൈമറി വൈൻഡിങ്സ് നമ്മൾ ഇവരുടെ വൈൻഡിങ്സിൻ്റെ ടേൺസിൻ്റെ രീതിയും അതേപോലെ തിക്നെസ്സിൻ്റെ രീതിയൊക്കെ വെച്ചിട്ട് 2 ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമറുകളാണുള്ളത്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, വോൾട്ടേജ്, AC കറണ്ടിൻ്റെ വോൾട്ടേജിനെ കൂട്ടാൻ, ഔട്ട്പുട്ടിൽ നിന്ന് എടുക്കുന്ന കറണ്ട് എന്തായിരിക്കണം, വോൾട്ടേജ് കൂടിയ കറണ്ട് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ഉപയോഗിക്കുന്നത്.
സ്റ്റെപ്പ് ഡൗൺ എന്താ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു? എ സി കറണ്ടിൻ്റെ വോൾട്ടേജിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താ ടേൺസ് റേഷ്യോ, നമ്മുടെ ട്രാൻസ്ഫോമർ ഫോർമുലാസിലെ ടേൺസ് റേഷ്യോ, കറണ്ട് റേഷ്യോ ഒക്കെയാണ് പറഞ്ഞത്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ടേൺസ് കൂടുമ്പോൾ വോൾട്ടേജ് കൂടുന്നു, ടേൺസ് കുറയുമ്പോൾ വോൾട്ടേജ് കുറയുന്നു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മുടെ ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 100% ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ? ഇൻപുട്ട് പവർ ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ എന്നാണ് 100% എഫിഷ്യൻസി എന്ന് പറഞ്ഞത്. കാരണം അവിടെ ലോസ് ഒന്നും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തായിരിക്കും? വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കുറയണം, കാരണം പവർ അവിടെ കോൺസ്റ്റൻ്റ് ആവണ്ടേ. അപ്പം പവറിൻ്റെ ഇക്വേഷൻ എന്താ? P is equal to VI. അപ്പോൾ ഒന്ന് കുറയുമ്പോൾ ഒന്ന് കൂടിയാൽ മാത്രമേ പവർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കത്തുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കറണ്ട് റേഷ്യോയും കണ്ടുപിടിച്ചു. അപ്പോൾ കറണ്ട് റേഷ്യോ, ടേൺസ് റേഷ്യോ, ഇങ്ങനെ 3 പേരെ നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ട് ട്രാൻസ്ഫോമർ ഫോർമുലകൾ ഫോർമുലേറ്റ് ചെയ്തു. ആൻഡ് ദെൻ നമ്മൾ പറഞ്ഞത് എന്താണ്? ട്രാൻസ്ഫോമർ ഐഡിയൽ ട്രാൻസ്ഫോമർ അല്ല, നമ്മുടെ സാധാരണ റിയൽ ട്രാൻസ്ഫോമറുകൾ എന്ന് പറയുന്നത് അവർക്ക് 100% എഫിഷ്യൻസി ഒന്നുമില്ല, പക്ഷെ നല്ല എഫിഷ്യൻസി ഉള്ളവരാണ്. പക്ഷെ എന്നിരുന്നാലും 100% എഫിഷ്യൻസി ഒന്നും അവർക്കില്ല. കുറച്ച് എന്തുണ്ടാവും? ലോസ് അതിലുണ്ടാകും. ആ ലോസ് ഏതൊക്കെ തരത്തിലുള്ളതാണെന്ന് പറഞ്ഞു. ഫ്ലക്സ് ലീക്കേജിൻ്റെ പറഞ്ഞു, റെസിസ്റ്റൻസ് ഓഫ് ദി വൈൻഡിങ്സ്, എഡ്ഡി കറണ്ട്, ആൻഡ് ദെൻ ഹിസ്റ്ററിസിസ് ലോസ്. ഇപ്പോൾ ഇത്രയാണ് നമ്മൾ ലോസിൻ്റെ കാര്യത്തിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ട്രാൻസ്ഫോമറിൻ്റെ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയെന്നും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു യൂസ്ഫുൾ സെഷനുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു ഓൾ.